ഹേ ഗായ്സ്, ഡ്രീംസ് ഓഫ് ഹെവനിലെ മറ്റൊരു വീഡിയോയ്ക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ലിറ്റിൽ നൈറ്റ് മെയർ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇതൊരു ചെറിയ പെൺകൊച്ചി അങ്ങനെ ഒരു സ്വപ്നം കണ്ട്, ഏതൊരു കൊച്ചിനെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് അങ്ങനെ ഒരു കഥയായിട്ടാണ് എന്നെ. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരെ ഞങ്ങൾക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ കൊച്ചിനെ സ്വപ്നം കണ്ടിട്ടാണ് ഈ ചെറിയ കൊച്ചി നെട്ടി എണീച്ചത്. എണീച്ച് അപ്പോൾ ഗൈസ് ലിറ്റിൽ നേരത്തേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് കൺട്രോള്. ജമ്പ് മോളോട്ട് ചെയ്ത ജമ്പ് ഞാൻ ബട്ടൺസ് ഓഫ് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് മൂവ് ഇതെന്തെടുക്കാൻ പറ്റും. എടി ഇതെടുക്ക്, തട്ടിക്കണ. ഇതെടുക്കാൻ പറ്റും. എടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം. ഇങ്ങനെ നാശാക്കണം. ആർക്കും ഉത്തരവാദിത്തമില്ല. ഇടി കൊണ്ടുവച്ച നമ്മൾ കടക്കണ ഇടയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ വൃത്തി ഇനി അത് മതി. അപ്പോൾ ഇത് ജമ്പ്, ഇതെന്താ? ഇത് കൊലിയും അതന്നെ മെല്ലെ എണീക്കുന്നു ഇതായിട്ട്. എന്തോന്ന് ഓടിപ്പോയിട്ട് വാട്ടർ കമ്പി ഇങ്ങോട്ട് വരില്ല, നേരെ തന്നെ. പിടിച്ചോ, പിടിക്ക്, വലിച്ചു തുറക്ക്. എനിക്ക് ഇതാ വാതി പറഞ്ഞിട്ടുണ്ട്. അത് പിടിച്ച് വെക്കുമ്പോൾ അയ്യോ തരുന്നില്ല, ഉനിയൻ്റെ പിടിച്ച് വെക്കുമ്പോൾ ആ ലൈറ്റർ അണയ്ക്കുക. പോട്ടെ ജമ്പ് പോട്ടെ അതെ ഇരിക്കി ഇല്ല പോട്ടെ. ഇതെവിടെയാ? ഈ പടി കയറിപ്പോ, പടിയാണ്. ഞാൻ പറഞ്ഞു ഉത്തരവാദിത്തം. ജമ്പ് എൻ്റെ തലയടിച്ചു ഇല്ല, തലയടിച്ചു. Swipe up to jump and autograph. ഇത് എവിടെയൊന്നും കയറുന്നില്ല, ആയില്ല. ഇച്ചിരി മുന്നോട്ട് വന്നിട്ട് കയറി. അയ്യോ, പ്രശ്നം പറ്റിയിട്ടുണ്ട്. ചാടിയിട്ട് പിടിക്കാനാ, നീങ്ങിയിട്ടില്ല. കയറി നീ ഇപ്പം ചത്തത്. അയ്യോ ഗൈസ്, ആരും ചത്തു. സൂയിസൈഡാണോ? സൂയിസൈഡാണോ? ഇപ്പം ഇതിലെ പറഞ്ഞു തീർക്കാൻ പറ്റിയ പ്രശ്നം ഉണ്ടാകും. ഭാര്യയായിട്ട് അടിണ്ടാക്കി തൂങ്ങിച്ചെത്താണോ? എന്താണെന്നില്ല, പറഞ്ഞു തീർക്കാം. ഇങ്ങനെ ചത്താൽ അങ്ങോട്ടെന്താ? ഇങ്ങോട്ടൊന്നുമില്ല.
ഓ ഈ വാതിൽ തന്നെ നോക്കണം. ഇതെടുക്കാൻ പറ്റുമോ? ഓ കസാര നീക്കാൻ പറ്റുമോ? ആ വലി. ആ വലി വലി. ഇത്രേ ഉള്ളൂ. ഈ സൈഡ് പിടിച്ച് ഇങ്ങനെയെല്ലാം കിട്ടുമോ? ചെറിയ കിട്ടൂല. അയ്യോ കിട്ടൂലെന്നല്ല, കയറി കയറി കളിക്കാൻ ഓടിക്കളിക്കല്ലേ ക്യാമറ എൻ്റെ ഓടിക്കളിക്കാൻ കയറി അങ്ങോട്ട്. ആ അയ്യോ ഒന്ന് പിടിച്ച് കയറി കയറി എടുത്തിരി ജമ്പ്. അയ്യേ നമുക്ക് കസാര നീക്കിയൊക്കെ ഉണ്ട്. കുറച്ചുകൂടി വലിച്ചു വെച്ചാലോ? പിടി. അതായത് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. പുറത്ത് വന്നിട്ട് പിടി പിടി അത് പിടി പിടി. ആ ഞാൻ വിട് വിട് അല്ല ആ വിട്. പിടി പിടി പിടി. ആ പോട്ടെ, അത്രേ ഉള്ളൂ. ചെറു ബാക്ക് തരണം വേണ്ടേ? നോക്കിയേക്കാം, ട്രൈ എടുത്തേക്കാം. കയറി കയറി ഇതിൽ കയറി. ആ തുറന്നു നമ്മളെ ഒരു കുശിപ്പെടുക്കാം. പക്ഷേ പിള്ളപ്പെടുക്കാം. എന്തോ ഗഡബിട് ഉണ്ട്. അവിടെ ഇവിടേക്ക് ഇവിടേക്ക് ഇത് പിടിച്ചു ഇത് ഇതാണോ ഇതാണോ? ആ പറഞ്ഞു. അയ്യോ ജമ്പ് ജമ്പ്. എന്തേലിട്ട് ഞാൻ വീടിപ്പിക്കുന്നു. കൊള്ളാം. ഇങ്ങനെ ചാടിയിട്ട് ചാടിക്കൂ. ജമ്പ് ജമ്പ്. ഇത് ഫ്രിഡ്ജാണ് തോന്നിയാണ് നോക്കിയത്. ജമ്പ് 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 ജമ്പ്. എടാ ഈ സാധനം ഇത് നമ്മളെ അയ്യോ ചാടാൻ നോക്കിയതാ. അയ്യേ ഓടാന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കൊച്ചു ചത്തുപോയി. എനിക്ക് എൻ്റെ കർഷം ഇത് വെച്ചാൽ നേത്തായ അടിക്കടി എനിക്ക് ഒലിക്കോ ഇങ്ങോട്ട് എന്നിട്ട് ജമ്പ് വെച്ചില്ല. അയ്യോ ഒന്നും കാണിക്കല്ലേ. ഇവിടെ എന്തൊക്കെയോ സാധനം വീഴുന്നു. ആ സാധനം നമ്മൾ ജമ്പ് ജമ്പ്
ഇതാ ഈ റിവർ പിടിച്ച് താക്കണം. ജമ്പ് ഇതൊന്ന് ജമ്പത്തെ ജമ്പ് ഇതെന്താ വിടി അതാ അതെന്തോ സാധനമാണ്. എന്തോ അതിനെന്തോ പറയായിരുന്നല്ലോ, പേടിപ്പിച്ച പിടിച്ചോ. ആ മതി, അത്രേ മതി. അരിയില്ല, വരണ വിട്ടുവിടും. അപ്പം എന്നാൽ അടിക്കൂടെ കുഞ്ഞു പോട്ടെ. ഇവിടിച്ച് ഡേഞ്ചർ ഉണ്ട് തോന്നുന്നു. അതെന്താ പോണേ? ഇങ്ങോട്ട് ലൈറ്റർ മറ്റേ സൈഡിൽ കൂടെ. അയ്യോ ഈ സാധനം ചത്ത് ആണോ? ആ സാധനം തിന്നിട്ട് നമ്മൾ ചാവുന്ന കൈസ്. ആ സാധനം നമ്മളെ തിന്ന ഇത്രയും നേരം നിലത്തോട്ട് കണ്ടായിരുന്നേ, അതാ നമ്മളെ തിന്നെ. ഓടിക്കോ, ഇവിടെ വെക്കാൻ പറ്റില്ല. വജി കുറെ ഉണ്ടല്ലോ. ഇവിടെ നിക്കാൻ പറ്റൂല നമുക്ക്. അയ്യോ ഇതാ ഈ അട്ട പോലെ സാധനം നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് കയറണം. ചാടിക്കിടക്കാൻ നോക്കിയൊക്കെ ഗൈസ്. അത് പെട്ടെന്ന് ഒന്ന് നേത്ത് കയറിയാൽ അപ്പം തീരും. അതെന്ത് സാധനം എന്നറിയില്ല, വലിയ കാട്ട സാധനം. ഞാനൊന്ന് മാത്രം എനിക്കറിയാം. ഓടിക്കോ, ഓടേ, ജമ്പ് അവിടെ ജമ്പ് എടുക്കുന്നു ഗൈസ്. നോക്കി ആ സാധനം എല്ലാം കൂടി കൂട്ടത്തോടെ വന്നിട്ട്, ഒരാൾ പിടിച്ച കൂട്ടത്തോടെ വന്നെത്തേക്ക്. വൻ സീനാണ് ഗൈസ്. ആ ഭാഗം രക്ഷയില്ലാത്ത കളിയാ. ഓടിക്കൂ, ഓടി. അതന്നെ. ഇതിലെങ്ങനെ എങ്ങോട്ട് പോരും? അവിടെ വഴി കാണില്ല. എന്തോ ആ ബക്കറ്റാണ് വഴി. അത്രേ എത്തിയതാ. വൻ സീനുള്ള കൈ. അങ്ങനെ ഓടി ഇവിടെ സീന കാണില്ല. ജമ്പ്. എടാ ഇതിന് പറ്റുന്നില്ല. അപ്പൊ എങ്ങോട്ട് ഓടുക? വലിയ കാണുന്നില്ലല്ലോ. തിരിച്ച് പുറകോട്ട് ഓടിയേക്കാം. മിക്കാറും ഇനി തേർഡ് പാർട്ട് സെക്കൻഡ് പാർട്ട് മിക്കാറും തിരിച്ചു ഓടിയേക്കാം പുറകോട്ട്. അയ്യോ പിടിച്ച് കാണില്ല. ആ ബക്കറ്റ് കാണില്ല. ബക്കറ്റിൻ്റെ അകത്ത് കയറിയേക്കാം. അതെന്താ സംഭവിക്കുന്നുണ്ട്.
പണ്ടാരം മമ്പ ചെയ്തുള്ള ഗെയിം. അത്രയും നേരം ഒരു കുഴപ്പമില്ലാണ്ട് ഓടിക്കൊണ്ടിരുന്ന ജമ്പ് ജമ്പ് പിടിച്ച് ജമ്പ് ജമ്പാവുന്നില്ല എന്തോ പ്രശ്നം. ഓ 16 മിനിറ്റായി ഗൈസ്. നമ്മൾ കളിക്കാൻ തുടങ്ങി, ഗെയിം കളിക്കാൻ തുടങ്ങിയത് 16 മിനിറ്റായി. അത്രയും പ്രതീക്ഷിച്ചില്ല. ജമ്പ് ഓശിച്ച് ആ സാധനം അതിന് നമ്മളതിൻ്റെ നെഞ്ചത്തോട്ടാണ് ചാടിയത്. കുറേ നേരെ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ വൻ പാടി. നോക്കട്ടെ എന്നൊക്കെ എന്താ ചെയ്യാൻ പറ്റുക. എന്നാ ബക്കറ്റിൻ്റെ കുറച്ച് കയറിക്കണം. നമ്മളെ തിന്നു, അത് നമ്മളെ തിന്നു. ഗൈസ് ഞാനിവിടെ വീഡിയോ നിർത്തുകയാണ്. അതിന് കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് കയറാൻ പറ്റുന്നില്ല ഗൈസ്. ആ ബക്കറ്റ് കൊച്ചിന് ബക്കറ്റിൻ്റെ കുറച്ച് കയറ്റിയിട്ടിടും എന്തോ ഒരു കാണാൻ അട്ടേനെ പോലെ ഈ ഫോറസ്റ്റ് കണ്ണ കഥ അട്ടേനെ പോലെയൊക്കെ ഉണ്ട് ഗൈസ്. അതിൽ നിന്ന് ഒറ്റ കാല് വെച്ച് വരുന്നവരുണ്ട്. പിന്നെന്താ പറയുക, അത് ലൈറ്റ് ഒന്നാമത് കാണുന്നില്ല ചില സമയത്ത്. പിന്നെ വഴി എവിടെയാന്ന് അറിയുന്നില്ല. പിന്നെന്താ പറയുക, പിന്നെ ആ ബക്കറ്റിൻ്റെ കുറച്ച് ചേർത്തിട്ടും നമ്മൾ വന്ന് കടിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷപ്പെടാനുള്ള വഴി ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഒന്നുകൂടി ഒന്ന് നോക്കണം. എൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഉണ്ടാവും. പിന്നെ എന്താ പറയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണോട് എനേബിൾ ചെയ്യുക. പിന്നെ നല്ല നല്ല മൊബൈലിൽ കളിക്കാൻ പറ്റിയ നല്ല നല്ല ഗെയിംസ്, സ്റ്റോറി ഗെയിംസ് ആയാലും അല്ലാത്ത ഗെയിംസൊക്കെ ആണെങ്കിലും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാനത് കളിക്കാം. ഓക്കെ, അപ്പം സീ യു, സ്റ്റേ ട്യൂൺഡ്.